ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു പുതിയൊരു ഡിസൈൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു ഇമേജ് ക്ലോത്തിൽ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ബുള്ളിയൻ ഡ്രോസ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൽ ബാക്കി ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഞാൻ ഫേബ്രിക് പെൻ ഉപയോഗിച്ചാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് തൊട്ടാൽ ഉടനെ തന്നെ ഇതങ്ങ് മാഞ്ഞു പോകും. നമുക്കിത് വർക്ക് ചെയ്യുന്നത് ലിക്വിഡ് എംബ്രോയിഡറി വെച്ചാണ്. ബ്ലാക്ക് കളർ ലിക്വിഡ് എംബ്രോയിഡറിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ത്രെഡിൻ്റെ കളറ് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്യാം. ഞാൻ റെഡാണ് എടുക്കുന്നത്. അതുപോലെ ഇമേജ് നിങ്ങൾക്ക് ഒന്നുകിൽ ഡ്രോ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പല ടൈപ്പിലുള്ള നമുക്ക് ഇമേജസൊക്കെ കിട്ടും. അത് കോപ്പി ചെയ്തെടുത്തിട്ട് യെല്ലോ കളർ കാർബൺ പേപ്പർ കൊണ്ട് ട്രേസ് ചെയ്തെടുത്താൽ മതി. ഇതിൽ ബുള്ളിയൻ റോസാണ് വരുന്നത്. അതിൽ ഞാൻ ഓൾറെഡി ഒരു ഫ്ലവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഹെഡ് പോർഷനിൽ ഹെയർ ബോ പോലെ ചെറിയൊരു ഫ്ലവർ ക്രൗൺ പോലെ ഫ്ലവർ വരുന്നുണ്ട് നിറച്ചും. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ കളറിലെ ലീവ്സും, ഇത് ഈ ഫ്ലവറിനെ പരസ്പരം കണക്ട് ചെയ്തിട്ട് ലീവ്സും വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഇമേജ് വരുന്നത്. നമുക്ക് അടുത്ത ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇതിൽ ബുള്ളിയൻ റോസിൻ്റെ ആ ഒരു സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഞാൻ കുറേ വീഡിയോസിൽ ബുള്ളിയൻ റോസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിലപ്പോൾ നമ്മൾ ആ ഒരു റോസിൻ്റെ ഒരു പാറ്റേണിലല്ല ചെയ്യുന്നത്. ആദ്യമേ തന്നെ അടുപ്പിച്ച് 3 എണ്ണം ഒരേ ലെയർ പോലെ വരും. എന്നിട്ട് അതിന് റൗണ്ടായിട്ട് ഒരു 4 റൗണ്ട് അങ്ങനെയാണ് ഇത് വരുന്നത്. ആദ്യം നമുക്കിത് ഒന്ന് കുത്തിയെടുത്തിട്ട് ചുറ്റിയെടുക്കാം. ഞാൻ 15 പ്രാവശ്യം ചുറ്റിയെടുത്തിട്ടുണ്ട്. 15 പ്രാവശ്യം ചുറ്റി ഇതിൻ്റെ ഈ നീഡിലിൻ്റെ ഈ താഴ്ഭാഗത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെയൊന്ന് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് ലൂസായിട്ട് നമുക്കിത് താഴോട്ടേക്ക് വലിച്ചെടുക്കാൻ പറ്റും. കിട്ടിക്കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് താഴോട്ട് കുത്തിയെടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തത് ചെയ്യാം. ഇതിന് തൊട്ടടുത്തായിട്ട് വരണം. ഇത് തന്നെ കുത്തിയെടുക്കുക. ആദ്യം ചെയ്ത പോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് നീഡിലിൻ്റെ എൻഡിൽ തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ചെയ്യുക. കുത്തിയെടുത്തിട്ട് ഇത് നമ്മൾ ആദ്യം കുത്തിയെടുത്തതുപോലെ തന്നെ സെയിം അളവിൽ ഇങ്ങനെ കുത്തിയെടുക്കുക. പതിയെ പിരിച്ച് നമുക്കിതിൻ്റെ സൈഡെല്ലാം ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തായിട്ട് ഇവിടെ കുത്തും. അങ്ങനെ 2 ഫ്ലവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലീവ്സാണ്. ലീവ്സിന് ഗ്രീൻ കളറാണ് എടുക്കുന്നത്. ഗ്രീൻ കളറിൽ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുക. അതിനായിട്ട് ഇതിങ്ങനെ എടുത്ത് ഒന്ന് വട്ടം ചുറ്റിയെടുക്കുക. ആ നീഡിലിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് താഴോട്ട് കുത്തുക.
ഇങ്ങനെ വട്ടം എടുക്കുമ്പോഴത്തേക്കും ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഇത് ഇനി തിരിഞ്ഞു പോകരുത്. ഇങ്ങനെ തിരിഞ്ഞു പോവാതെ കറക്റ്റ് ലെവലിൽ ഈ നീഡലിനടിയിൽ കൂടെ ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് താഴോട്ട് കുത്തിയാൽ മതി. താഴോട്ടേക്കുള്ള ഭാഗം നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ച് ഒന്നിടവിട്ട് പതിയെ ഇങ്ങനെ കുത്തിയെടുത്താൽ മതി. സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് ലീഡ്സിൻ്റെ ബാക്കി സ്റ്റിച്ച് ചെയ്യുക. അതിനായിട്ട് ഗ്രീന് ത്രെഡ് എടുക്കുക. ഗ്രീൻ ത്രെഡ് ചെയ്ത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്താൽ മതി. വർക്ക് കംപ്ലീറ്റ് ആകാൻ കുറേ സമയമെടുക്കും. എന്നാലും നമുക്ക് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണിത്. ലോക്ക്ഡൗൺ ആയിട്ടുള്ള സമയത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് കുറേയൊക്കെ ടൈം കിട്ടും. ആ ടൈമിൽ പതിയെ ഇരുന്ന് നമുക്കിങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് സ്വന്തമായിട്ട് ചെയ്തെടുക്കാം. ഇമേജിന് നമ്മൾ ഈ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമെല്ലാം നമ്മൾ ലിക്വിഡ് എംബ്രോയ്ഡറി കൊണ്ടാണ് കൊടുക്കുന്നത്. അതിന് ഞാൻ ബ്ലാക്ക് കളർ ലിക്വിഡ് എംബ്രോയ്ഡറിയാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്താൽ മതി. നമ്മൾ ആ ഔട്ട്ലൈൻ കൊടുത്തതിൻ്റെ അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ സ്ക്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി തിന്നാക്കാതെ ഒരല്പം ഡാർക്കായിട്ട് തന്നെ കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ഒരല്പം കൂടെ തിന്നായിട്ട് വരും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി റോസസും ഇതുപോലെ തന്നെ ഈ ലിക്വിഡ് എംബ്രോയ്ഡറിയും കംപ്ലീറ്റ് ചെയ്യാം. ഈ ഐസിൻ്റെ ഇവിടെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ ബ്ലാക്ക് കളർ തന്നെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.